അമേരിക്കയിൽ പലസ്തീൻ അനുകൂല വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ ശക്തമാകുന്നു. 16 സംസ്ഥാനങ്ങളിലെ ക്യാമ്പസുകളിൽ നിന്ന് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് നീക്കിയെന്ന് ഞങ്ങളുടെ അമേരിക്കൻ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. വേണ്ടി വന്നാൽ പട്ടാളത്തെ ഇറക്കുമെന്നാണ് US സ്പീക്കർ മൈക്ക് ജോൺസന്റെ മുന്നറിയിപ്പ്. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര തത്സമയം ചേരുന്ന വിവരങ്ങളുമായി. മധു, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ അവിടുത്തെ ക്യാമ്പസുകളിൽ പാലസ്തീൻ അനുകൂല വിദ്യാർത്ഥികളുടെ സംഘം എണ്ണം കൂടി വരികയാണോ? ഗുഡ് മോർണിംഗ് SK. അങ്ങനെ വേണം നമുക്ക് പറയുവാൻ. അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ പാലസ്തീൻ അനുകൂല വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ ശരിക്കും വ്യാപിക്കുകയാണ്. 16 സംസ്ഥാനങ്ങളിലെ 20-ൽ പരം ക്യാമ്പസുകളിൽ നിന്ന് 100 കണക്കിന് വിദ്യാർത്ഥികളെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നത്. ന്യൂയോർക്കിലെ പ്രശസ്തമായ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ പിരിഞ്ഞു പോകാതെ പ്രകടനം നടത്തിയ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തും തുടങ്ങിയിട്ടുണ്ട്. ഇവർക്ക് സെമസ്റ്റർ പൂർത്തീകരിക്കുവാനോ ഗ്രാജുവേറ്റ് ചെയ്യുവാനോ അല്ലെങ്കിൽ ക്യാമ്പസിനുള്ളിൽ പ്രവേശിക്കുവാനോ സാധിക്കില്ല. പാലസ്തീൻ അനുകൂല പ്രക്ഷോഭങ്ങളുടെ ഈ ഒരു പ്രഭവ കേന്ദ്രമാണ് കൊളംബിയ യൂണിവേഴ്സിറ്റി. കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയ US ഹൗസ് സ്പീക്കർ മൈക്ക് ജോൺസൺ വിദ്യാർത്ഥി പ്രക്ഷോഭം അടിച്ചമർത്തുവാൻ വേണ്ടി വന്നാൽ പട്ടാളത്തെ ഇറക്കുമെന്നാണ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. 34,000-ലധികം പാലസ്തീനികളുടെ മരണവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത്തരം ഭീഷണിയൊന്നും അല്ലെങ്കിൽ ഇത്തരം ഭയപ്പെടുത്തുന്ന തന്ത്രങ്ങൾക്കൊന്നും ഒരു അർത്ഥവുമില്ലെന്ന് വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ സംയുക്ത സഖ്യമായ കൊളംബിയ സ്റ്റുഡൻസ് ഡൈവേഴ്സ് കോയാലിഷൻ എന്ന് പറയുകയുണ്ടായി. കൊളംബിയ യൂണിവേഴ്സിറ്റി അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയോ അല്ലെങ്കിൽ ബലപ്രയോഗത്തിലൂടെ അവരെ മാറ്റുന്നത് വരെ പിൻവാങ്ങില്ലെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഇസ്രായേൽ സേനയ്ക്ക് പ്രയോജനമാകുന്ന രീതിയിലുള്ള സ്ഥാപനങ്ങളിലൊക്കെ യൂണിവേഴ്സിറ്റി നിക്ഷേപം നടത്തരുത്, അവരുടെ സാമ്പത്തിക ഇടപാടുകളിൽ സുതാര്യത ഉണ്ടാകണം. അതുപോലെ ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തവരുടെ പേരിൽ അച്ചടക്ക നടപടികൾ നേരിടേണ്ടി വന്ന വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, അവർക്ക് മാപ്പ് നൽകണം എന്നിവയാണ് വിദ്യാർത്ഥികളുടെ പ്രധാന ആവശ്യങ്ങൾ. SK, ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെയും പെൻസിൽവേനിയ യൂണിവേഴ്സിറ്റിയുടെയും പ്രസിഡന്റുമാർ ജൂതവിരുദ്ധ പ്രവർത്തനങ്ങളെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തില്ല എന്ന കാരണത്താൽ US ഹൗസ് കമ്മിറ്റിയുടെ മുമ്പിൽ ഹാജരാകേണ്ടി വന്നു. അതിന്റെ സമ്മർദ്ദം സഹിക്കാൻ വയ്യാതെ ഈ രണ്ടുപേരും രാജിവെക്കേണ്ടി വന്നിട്ടുണ്ട്. SK, ഈ 60കളുടെ അവസാനം വിയറ്റ്നാം യുദ്ധത്തിനെതിരെ അമേരിക്കൻ ക്യാമ്പസുകളിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. അതിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലേക്കാണ് ഓരോ ദിവസം കഴിയുമ്പോഴും ഈ പ്രക്ഷോഭങ്ങൾ അമേരിക്കൻ ക്യാമ്പസുകളിൽ വ്യാപിക്കുന്നത്. SK. ഓക്കെ, താങ്ക് യു. മധു കൊട്ടാരക്കരയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.